കെമിസ്ട്രി എക്സാം നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ പഠിച്ചേ തീരൂ, വേറെ നിവർത്തിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ മക്കളെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഓരോ കാര്യത്തിന്റെയും യൂണിറ്റ് അഥവാ അതിന്റെ യൂണിറ്റ് തന്നെ. അപ്പൊ നോക്കിയാണെ പ്രഷറിന്റെ യൂണിറ്റ് എന്താണ് മക്കളെ? ATM എന്നോ അല്ലെങ്കിൽ പാസ്കൽ എന്നോ നമുക്ക് പറയാം. ഇനി എന്താ വോളിയത്തിന് യൂണിറ്റ് വരാം? സെന്റിമീറ്റർ ക്യൂബ് വരാം, മില്ലി ലിറ്റർ വരാം, ലിറ്റർ വരാം. എന്നാ നോക്കിക്കേ, ടെമ്പറേച്ചറിന് ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി കെൽവിനും വരാം. ഒപ്പം തന്നെ പഠിച്ചു വെക്കണം ഡിഗ്രി സെൽഷ്യസിന് എങ്ങനെ ഡിഗ്രി കെൽവിനിലേക്കാക്കും, കെൽവിനെ എങ്ങനെ സെൽഷ്യസിലേക്കാക്കും ഒക്കെ നമ്മൾ ലൈവിൽ ചർച്ച ചെയ്താണ്. ബാക്കി ചോദ്യങ്ങൾ ഇന്ന് മാരത്തോണിലുണ്ടായിരിക്കും. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് യൂണിറ്റിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന മറ്റൊരു സാധനമാണ് നിങ്ങൾ ചിലപ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അറ്റോമിക് മാസിന്റെയോ മോളിക്കുലർ മാസിന്റെയോ യൂണിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ മക്കളെ എഴുതണം AMU എന്ന് എഴുതാം, അല്ലെങ്കിൽ U എന്ന് എഴുതാം. അഥവാ അറ്റോമിക് മാസ് യൂണിറ്റ് അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് എന്നാണ് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഏരിയ ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പാസ് ചെയ്തപ്പോൾ തീർച്ചയായിട്ടും ഇത് നാളെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇങ്ങനെ വളരെ എളുപ്പത്തിൽ ഇന്ന് മാരത്തോണിൽ നമ്മൾ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നാളത്തെ എക്സാം ഓട്ടോമാറ്റിക്കലി എളുപ്പമായി വരും. അപ്പോൾ മാരത്തോണിലേക്ക് പോരും. ഓക്കെ.